സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുചിതമായ താരമാണ് ദേവി ചന്ദന. മിമിക്രി വേദികളിലൂടെ തുടങ്ങി കോമഡി സിറ്റുകളിലൂടെയും പ്രേക്ഷകർ മുന്നിലെത്തിയ താരം സീരിയസ് വില്ലത്തി വേഷങ്ങൾ ഉൾപ്പെടെ ചെയ്ത കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ബിഗ് സ്ക്രീനിൽ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ദേവചന്ദൻ ചെയ്തിട്ടുണ്ട്. അഭിനേത്രി എന്ന നിലയിൽ മാത്രമല്ല, നർത്തകി എന്ന നിലയിലും പ്രശസ്തിയാണ് ദേവചന്ദന. ഗായിക കിഷോറാണ് ദേവിചന്ദ്രൻ്റെ ഭർത്താവ്. ഇരുവരും പ്രണയിച്ച് വിവാഹിതരായവരാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരദമ്പതിമാർ യൂട്യൂബിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ചെത്താറുമുണ്ട്. പ്രേക്ഷകർ അത് ഏറ്റെടുക്കാറുമുണ്ട്. ഇപ്പോഴിതാ പുതുവർഷത്തോടനുബന്ധിച്ച് ദേവിചന്ദനയും കിഷോറും പങ്കുവച്ച വ്ളോഗാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷം പാളിപ്പോയ ന്യൂ ഇയർ റെസൊല്യൂഷനെ കുറിച്ചും പാലിക്കപ്പെട്ട റെസൊല്യൂഷനെ കുറിച്ചും ഒക്കെ ഇതുവരെ വീഡിയോയിൽ സംസാരിക്കുന്നുമുണ്ട്. ഒട്ടുമിക്ക തീരുമാനങ്ങളും പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവിചന്ദ്രൻ സംസാരിച്ചു തുടങ്ങിയത്. നോ പറയേണ്ടത് നോ പറയണമെന്ന് തീരുമാനിച്ചുവെന്നും അത് പ്രവർത്തനമാക്കാൻ സാധിച്ചുവെന്നും ദേവിചന്ദ്രൻ പറഞ്ഞു. എല്ലാ വാർത്തകളും ആദ്യം അറിയുന്നത് കിഷോറാണ്. ന്യൂസ് ചാനലുകളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം കൂടിയാണ്. ഞാൻ മരിച്ചു എന്ന് അടുത്തിടെ ഒരു ചാനൽ വാർത്ത വന്നു എന്നാണ് പറയുന്നത്. താൻ ആ സമയത്ത് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. കിഷോർ എന്നെ ഫോണിൽ വിളിച്ച് താൻ മരിച്ചോടോ, എന്താണ് അവസ്ഥ എന്ന്. ഇല്ല, ഞാൻ മരണപ്പെട്ടിട്ടില്ല എന്നും ഞാൻ പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ദേവചന്ദ്രനും കിഷോറും പറഞ്ഞു. കഴിഞ്ഞ വർഷം കുറച്ചുനാൾ ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് ദേവചന്ദ്രൻ ആശുപത്രിയിലായിരുന്നു. ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്ന് ദേവിചന്ദ്രനെ ഭർത്താവ് ഒരിക്കൽ വ്ളോഗിലൂടെ ആരാധകരുമായി പങ്കുവച്ചു. ആശുപത്രിയിലായതും മരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു എന്ന് ദേവചന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വാർത്തകൾ വളരെയധികം ഭീതി നൽകുന്നതാണെന്നും ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തവയാണെന്നും ദേവചന്ദ്രനെയും ഭർത്താവും കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക.